ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹിയെ കാണാനെത്തുന്ന കണ്ണൻ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. പ്രതാപൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല എന്നും അതിനുള്ള ശിക്ഷ അയാളുടെ മകളാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് ഞാൻ അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ, ഉണ്ണിയോടെല്ലാം പറഞ്ഞ് അവരുടെ ബന്ധം വേർപെടുത്താനാണോ കണ്ണേട്ടൻ പോകുന്നത് എന്ന് മഹി ചോദിക്കുമ്പോൾ, അത്തരം ചീപ്പ് പ്രവൃത്തികളൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നും താനാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കരുണ നമ്പർ 1 ഫ്രോഡാണെന്നും തുടർന്ന് അവളുടെ അച്ഛനാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്ന് അവൾക്കറിയാം. എന്നിട്ടും അതിൻ്റെ പങ്ക് പറ്റാനായിട്ട് ആ ദുഷ്ടനായിട്ടുള്ള വാമദേവൻ്റെ അടുത്തേക്ക് അവൾ പോയി എന്നും അമ്മാവൻ അനന്തുവിൻ്റെ അടുത്ത് പണം വാങ്ങാൻ വന്ന സമയത്ത് തൻ്റെ പങ്കും പ്രതീക്ഷിച്ച് അവൾ വാമദേവൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. അമ്മാവിന് കിട്ടുന്ന 60 ലക്ഷം രൂപയിൽ നിന്നും 30 ലക്ഷം രൂപയാണ് അവൾ ചോദിച്ചിരുന്നത് എന്നും കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന മഹിക്കാണെങ്കിൽ അമ്മാവൻ ഒരിക്കലും പണം വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ല. മാത്രമല്ല കരുണയുടെ അച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ പേരിൽ അവൾക്ക് പണം വാങ്ങാൻ പറ്റൂ എന്ന് മഹി ചോദിക്കുമ്പോൾ, സത്യങ്ങൾ അവൾ എന്നോട് പറയുമെന്ന് ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തി കാണും. സ്വന്തം അച്ഛൻ ജയിലിലേക്ക് പോയാലും 30 ലക്ഷം രൂപ ലോട്ടറിയാണെന്ന് അവൾ കരുതി കാണുമെന്ന് പറയുന്നുണ്ട് കണ്ണൻ. അതുകൊണ്ടാണ് താൻ തന്നെ വേണം അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് മഞ്ജുവിൻ്റെ കോള് കിട്ടുന്നതും കണ്ണനും മഹിയും അവളെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ഒരുപാട് സസ്പെൻസുകൾക്കൊടുവിൽ താനും ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത മഞ്ജു തന്നെ മഹിയെ നേരിട്ട് അറിയിക്കുന്നുണ്ട്. തുടർന്ന് മഹി തന്നെ മഞ്ജുവിനെ കണ്ണൻ്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. നീ വിളിച്ചു പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസായിരിക്കും കേൾക്കാൻ പോകുന്നത് എന്ന് ചെറിയൊരു സംശയം തോന്നിയിരുന്നു എന്ന് പറയുന്നുണ്ട് കണ്ണൻ. ഏതായാലും നിൻ്റെ അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അപകടമാണെന്നും അതുകൊണ്ട് തന്നെ ശത്രുക്കളിൽ നിന്നെല്ലാം ഈ സന്തോഷ വാർത്ത മറച്ചു വയ്ക്കാനും അവർ തീരുമാനിക്കുന്നുണ്ട്. ഇതിനിടയിൽ കണ്ണേട്ടനും ഏട്ടത്തിയും തമ്മിൽ എന്തിനായിരുന്നു പിണങ്ങിയത് എന്നുള്ള ഒരു കാര്യം മഞ്ജു ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്നും സ്വന്തം ശരീരമാണ് ശ്രദ്ധിക്കേണ്ടതെന്നെല്ലാം കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് മഞ്ജുവിനോടും സാഗറിനോടും യാത്ര പറഞ്ഞ് കണ്ണനും മഹിയും പുറത്തേക്ക് ചുറ്റിക്കറങ്ങാനായിട്ട് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് കരുണയെ വാമൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എന്തായി എന്നെല്ലാം ടെൻഷനോടുകൂടി വാമൻ ചോദിക്കുമ്പോൾ, ആ അനന്തു അമ്മാവനോട് പറഞ്ഞത് ശരിയാണെന്നും കണ്ണേട്ടനെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അത് കേട്ട് ഞെട്ടലോടെ എല്ലാം എന്ന് വെച്ചാൽ എന്ന് വാമദേവൻ ചോദിക്കുമ്പോൾ, കണ്ണേട്ടൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് എന്നുള്ളൊരു സത്യം മാത്രമേ കണ്ണേട്ടൻ അറിഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി എൻ്റെ അച്ഛനെ കൊട്ടേഷൻ കൊടുത്തത് അമ്മാവനാണെന്നുള്ള രഹസ്യം ഇതുവരെ കണ്ണേട്ടൻ മാത്രമല്ല ഞാനും മുത്തശ്ശിയും ഒഴികെ മറ്റാരും അറിഞ്ഞിട്ടില്ല. ഏതായാലും മഹാലക്ഷ്മിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാം എന്നുള്ള പ്ലാനൊന്നും ഇനി നടക്കില്ല. പിന്നെ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എനിക്കാണ്. കണ്ണേട്ടൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഒക്കെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ടി വരുന്നത് എനിക്കാണ്. അതിന് എന്തെങ്കിലും ഒരു പ്രയോജനം എനിക്ക് കിട്ടണ്ടേ? അതിന് അമ്മാവൻ തന്നെ ഒരു പരിഹാരം കാണണമെന്നെല്ലാം കരുണ പറയുമ്പോൾ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ മോളെ എന്ന് വാമദേവൻ ചോദിക്കുമ്പോൾ, എൻ്റെ അക്കൗണ്ടിലേക്ക് അമ്മാവൻ എനിക്ക് തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്ന 5 ലക്ഷം രൂപ ഇട്ട് തരണം. ഇല്ലെങ്കിൽ അമ്മാവനാണ് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് എൻ്റെ അച്ഛന് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളൊരു സത്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ കരുണ. ഞാനാകെ പാപ്പരായി നിൽക്കുക മോളെ, എൻ്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല എന്നെല്ലാം വാമദേവൻ പറയുന്നുണ്ടെങ്കിലും കരുണ പണം കിട്ടിയേ അടങ്ങൂ എന്നുള്ളൊരു വാശിയിൽ തന്നെ നിൽക്കുന്നു. പിന്നീട് അങ്ങനെ കണ്ണനും മഹിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കണ്ണൻ കാറിൽ നിന്നും ഇറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട് മഹിയോടൊപ്പം. അപ്പോൾ കണ്ണേട്ടെ വേണ്ട, പരിചയക്കാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അപകടമാണെന്നെല്ലാം മഹി ഓർമ്മപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എല്ലാവരും സത്യം അറിയുകയാണെങ്കിൽ അങ്ങ് അറിയട്ടെ മഹി എന്ന് പറയുന്നുണ്ട് കണ്ണൻ. അങ്ങനെ അവർ കരിക്കൊക്കെ കുടിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കരുണയ്ക്ക് ഏത് രീതിയിലാണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിന് മഹി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ മഹിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് പ്രതാപൻ എൻ്റെ അച്ഛനോട് ചെയ്തതിനോട് മാത്രമല്ല, പ്രതാപനും അയാളുടെ അമ്മയും കരുണയൊക്കെ തന്നോടും തൻ്റെ അമ്മയോടും ഒക്കെ ചെയ്തതിനുള്ള തിരിച്ചടിയാണ് നമ്മൾ അവർക്കൊക്കെ കൊടുക്കാൻ പോകുന്നത് എന്നുകൂടി കണ്ണൻ പറയുന്നു. അവളുടെ അഹങ്കാരം വേരോടെ പിഴുതു മാറ്റണമെന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹിയും ഒരുമിച്ച് നടക്കുന്നതെല്ലാം പ്രതാപൻ്റെ ഒരു പരിചയക്കാരൻ കാണാനായിട്ട് ഇടവരുന്നു. അയാളാണെങ്കിൽ ഉടനെ തന്നെ പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ മരുമകൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റു അല്ലേ, ആളും മിടുക്കനായി പോയല്ലോ എന്നെല്ലാം അയാൾ പറയുന്നത് കേട്ട് പ്രതാപനും മുത്തശ്ശിയും ഞെട്ടുന്നുണ്ട്. തുടർന്ന് നീ എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ മരുമകൻ നടന്നു തുടങ്ങിയെന്നോ? അവനിപ്പോഴും വീൽ ചെയറിൽ തന്നെയാണ്, നിനക്ക് ആൾ മാറിയതാണെന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ടെങ്കിലും
ഞാനിപ്പോൾ നിങ്ങളുടെ മകളെയും മരുമകനെയും പുറത്തു വെച്ച് കണ്ടിരുന്നു എന്നും ഏതായാലും നിങ്ങളുടെ സങ്കടമൊക്കെ തീർന്നു കിട്ടിയല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് പ്രതാപ നമ്മൾ ഈ കേട്ടത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതാ അമ്മ എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പ്രതാപനും പറയുന്നുണ്ട്. അവനെങ്ങാനും ഇനി നടന്നു തുടങ്ങി കാണുമോ? അന്ന് കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിയെന്ന് നമ്മളെയൊക്കെ അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചതല്ലേ, എന്നിട്ട് നമ്മുടെ മുന്നിൽ നാടകം കളിച്ചല്ലോ. ഇനി ഇതും നമ്മളിൽ നിന്നൊക്കെ അവർ മറച്ചു വെക്കുന്നതാണോ എന്നെല്ലാം മുത്തശ്ശി ഒരു സംശയം പറയുന്നുണ്ട്. തുടർന്ന് നീ അന്ന് കണ്ണൻ ഇവിടെ വന്ന സമയത്ത് സത്യങ്ങളൊക്കെ അവനോട് വിളിച്ചു പറഞ്ഞല്ലോ. ആ സമയത്ത് ആ ഷോക്കിൽ അവൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കുകയോ മറ്റോ ചെയ്തോ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുന്നുണ്ടെങ്കിലും പ്രതാപനൊന്നും ഓർത്തെടുക്കപ്പെട്ട് പറയാനായിട്ട് കഴിയുന്നില്ല. ഏതായാലും ഇതിൻ്റെ വാസ്തവം കണ്ടുപിടിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ മഹിയെയും കൂട്ടി ഒറ്റപ്പെട്ട ആ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുന്നു. അപ്പോൾ ആ അയ്യപ്പ ക്ഷേത്രം കാണുന്നതും മഹിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ശരിക്കും അത്ഭുതമൊക്കെ ആവുന്നു. തന്നെയും കൂട്ടി ഇവിടെ വരാമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചതാണെന്നും കണ്ണൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ കാണാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മ ഇവിടെ ഉണ്ടാകാറുണ്ടെന്നും ഞാൻ കാണുന്ന അമ്മയും താൻ കാണുന്ന സിദ്ധിയായിട്ടുള്ള അമ്മയും ഒരാളാണോ എന്ന് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിന്ന് അറിയാൻ പറ്റുമെന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ മഹിയെയും കൂട്ടിക്കൊണ്ട് കണ്ണൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അമ്മയാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് മറഞ്ഞു നിന്ന് അവിടെ നോക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്